പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം. അപ്പോൾ കഴിഞ്ഞ ദിവസം 24-ൽ ഒരു ചർച്ച നടന്നിരുന്നു. അതായത് വസ്ത്രമില്ലാത്തത് കൊണ്ടാണ് പെൺകുട്ടികളെ കാണുമ്പോൾ റേപ്പ് ചെയ്യാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ വസ്ത്രധാരണത്തിലാണ് റേപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം ആൾക്കാർ സംസാരിക്കുകയുണ്ടായി. ആൻഡ് ഓൾസോ ഒരുപാട് ആൾക്കാർ എടുത്ത് റിയാക്ഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹനാൻ പറഞ്ഞു എനിക്ക് തുണിയിടാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു, റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്കറിയാം ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് ചിലപ്പം വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തില്ലായിരിക്കും, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കണ്ടന്റും കൂടെ നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്, അതിൽ തന്നെ സംസാരിച്ച ഒരു കണ്ടന്റാണ്. അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ നമ്മളിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വൺസ് അഗെയിൻ സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഈ ഒരു കാര്യത്തിൽ എന്തായാലും പബ്ലിക്കിൻ്റെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കമൻറ്റ് ചെയ്യണമെന്ന് മറ്റുള്ള വീഡിയോയിനേക്കാളും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ ഇത് കുറച്ച് ആൾക്കാരിലേക്കും എത്തും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു റേപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പെണ്ണിനെ കാണുമ്പോൾ റേപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും അവളുടെ ഡ്രസ്സോ കാര്യങ്ങളോ അല്ല. ഇപ്പോൾ ഒരുപാട് അതായത് ഒറ്റ മനുഷ്യൻ ഇങ്ങനെ ചെയ്യാനായിട്ട് മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യൻ ഒരാളും ഇല്ലാത്ത സ്ഥലത്ത് ഒരു പെണ്ണിനെ ഇപ്പം സാരി ഉടുത്ത് കിട്ടിയാലും, അല്ലെങ്കിൽ ചുരിദാർ ഇട്ട് കിട്ടിയാലും, ജീൻസ് ഇട്ട് കിട്ടിയാലും, ബിക്കിനി ഇട്ട് കിട്ടിയാലും അവൻ ചെയ്യും. അവന് ആ സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനത് ചെയ്തിരിക്കും. അവൻ ആ ഒരു സന്ദർഭവും ഒരു സമയവും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണമെന്നുള്ളവൻ ചെയ്യും. അത് ഒരിക്കലും നമ്മുടെ ഡ്രസ്സിങ് ഒരിക്കലും ഇതാവത്തില്ല. അതൊക്കെ നമ്മുടെ ന്യായങ്ങൾ മാത്രമാണ്. അവൾ ആ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ്. അപ്പം അങ്ങനെ നടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ പല ആൾക്കാരും പറയാം അവൾ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്, അപ്പോൾ അവളെ കണ്ട ആർക്കാണെങ്കിലും കയറി ഇത്. അപ്പം എന്താണ്, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു ഇതില്ലേ? അപ്പം എനിക്കതൊക്കെ ഒരു ന്യായമായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഈ പറയുന്നവന്മാർ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവന്മാർ സ്വന്തം അമ്മയോ പെങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അല്ലെ അറ്റ്ലീസ്റ്റ് അമ്മയെങ്കിലും കാണും. ഈ അമ്മ വീട്ടിൽ നിൽക്കുമ്പോൾ അവരുടെ ഡ്രസ്സൊന്ന് മാറിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു എന്ന് വെച്ചോ, അപ്പോൾ അവൻ കയറി റേപ്പ് ചെയ്യോ? ഇല്ലല്ലോ. അപ്പോൾ മറ്റുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ പെണ്ണുങ്ങളുടെ കാണുമ്പോൾ മാത്രം റേപ്പ് ചെയ്യാൻ തോന്നുമോ? അപ്പോൾ അങ്ങനെയുള്ളവൻ ആ സ്വന്തം അമ്മയുടെ അങ്ങനെ കണ്ടാലും റേപ്പ് ചെയ്യും, അല്ലെ പെങ്ങളുടെ അങ്ങനെ കണ്ടാലും റേപ്പ് ചെയ്യും. അതുമാത്രം അതേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഒരിക്കലും ഒരു ഡ്രസ്സിങ് കൊണ്ട് കയറി പിടിക്കുക അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. പിന്നെ നമുക്ക് ചിലപ്പോൾ സേഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ളവന്മാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ. അപ്പോൾ അത് റേപ്പ് ചെയ്യേണ്ടവൻ അവന് തക്കം കിട്ടുന്ന എപ്പോഴാണോ അപ്പം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞു കുട്ടികളെ എന്ത് ഡ്രസ്സിൻ്റെ പേരിലാണ് ഇവന്മാർ ചെയ്യുന്നത്? അവരുടെ എന്ത് ഡ്രസ്സ് അല്ലെങ്കിൽ അവർ കാണിച്ചിട്ടാണ് അപ്പം അതൊന്നും നമ്മൾ ഒരിക്കലും ഈ ഒരു സംഭവത്തെ ന്യായീകരിക്കാനേ പറ്റത്തില്ല. സോ ന്യായീകരിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരും കണ്ടുപിടിക്കുന്ന ഇതാണ്. പിന്നെ ഈ കൂടുതൽ പറയുന്നവർ ഇപ്പം എന്താ പറയുക, ഇങ്ങനെയൊന്നും ഇടാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ കുറേ ആൾക്കാർക്കുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് ആ ഒരു ഡ്രസ്സ് ഇടുന്നതുകൊണ്ടാണ്. ഞാൻ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്, എനിക്ക് വൾഗാരിറ്റി, എനിക്ക് ഞാനിടുന്ന ഡ്രസ്സ് എനിക്ക് വൾഗറാണോ എന്ന് ഞാൻ തന്നെ നോക്കും. ചിലപ്പോൾ എനിക്കത് വൾഗർ അല്ലായിരിക്കും, ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് വൾഗറായിരിക്കും, മേ ബി. പക്ഷെ നമ്മളിപ്പം അമ്പലത്തിൽ പോകുമ്പം ബിക്കിനി ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഓരോ സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പം നമ്മൾ പാർട്ടി വെയർ ആണ് ഇടുന്നത്, അല്ലാതെ അവിടെ നമ്മൾ എന്താ പറയുക, നമ്മൾ സാരി ഉടുത്ത് ചന്ദനക്കുറിയും തൊട്ട് നമുക്ക് അവിടെ പാർട്ടിക്ക് പോകാൻ പറ്റത്തില്ല. സോ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇടുക, പോവുക. പിന്നെ സബ്സ്ക്രിപ്ഷനിലൂടെ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ അതിലൊക്കെ വന്ന് തുണി അഴിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിനോടൊന്നും ഞാൻ യോജിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇപ്പം പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പിന്നെ
തുണി കാരണമാണ് റേപ്പ് ചെയ്യപ്പെടുന്നത്. കാരണം സഫീന ബീവി ആണെങ്കിലും കഴിഞ്ഞ ദിവസം മറ്റേ ദയ സുജിറ്റിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയുള്ള കുറേ എണ്ണങ്ങൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത് കൊണ്ടാണ് മറ്റേ ബസ്സിലൊക്കെ കയറി പിടിക്കുന്നതൊക്കെ. ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. എന്തായാലും എനിക്കിതിന് കുറേയധികം വിമർശനങ്ങൾ വരും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും ബാക്കി വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം ഗൈസ്. കാഴ്ചപ്പാടിലാണ് വ്യത്യാസം. അവർ കുട്ടികൾ ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമുള്ളത്? അപ്പൊ കുട്ടികൾ അവർക്ക് കംഫർട്ടബിളും അവർക്ക് ആത്മവിശ്വാസവും തോന്നുന്ന അതായത് സ്ത്രീകൾ അണിയുന്ന ഡ്രസ്സിലെ വെച്ചിട്ട് വശീകരിക്കുന്നു, ആണുങ്ങളെ വശീകരിക്കുന്നു എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ സ്ത്രീകള് ചുരിദാറും ഈ പറഞ്ഞ പർദ്ദ, സാരി അതുപോലെ ഫുള്ള് മറച്ച് നടക്കുകയാണെങ്കിൽ ഇവിടെ ഈ പീഡനങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ അത്രയും നല്ല ആണുങ്ങൾ മാത്രം ഉണ്ടാവും ഇവർക്ക് ഉറപ്പ് പറയാൻ പറ്റും. അപ്പൊ പിന്നെ പറഞ്ഞ ഈ സ്ത്രീകൾ ഏറ്റവും മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുമ്പോ ആണുങ്ങളെ മാത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആണുങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് യോജിക്കാൻ സാറോട് ഏതെങ്കിലും പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അത് മൈൻഡ് ചെയ്യാറില്ല? എന്റെ ഇത് വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വെച്ചിട്ടും ഇപ്പോഴത്തെ ജനറേഷൻ ആയിക്കോട്ടെ ഇവിടെ ഇരിക്കുന്ന ഏത് പ്രായമായാലും പറയും ഒരു പെൺകുട്ടി ഇപ്പൊ മേഡത്തിനെ പറഞ്ഞു ആ ഡ്രസ്സ് എല്ലാവരും ശ്രദ്ധിച്ചു, ഏത് പ്രായക്കാരും ശ്രദ്ധിച്ചു, ആണുങ്ങൾ ശ്രദ്ധിച്ചു, പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചു. അതുപോലെ ഇതിനും കാട്ടി മോഡേൺ ആയിട്ടായാലും ഈ പറഞ്ഞ സാരി ആയാലും പർദ്ദയായാലും എത്ര വേടായിട്ടുള്ള ഡ്രസ്സാണ് ഈ പോലും അത് പെൺകുട്ടികളായിരിക്കും ഫസ്റ്റ് ശ്രദ്ധിക്കാം. കാരണം നമ്മളാണ് അത് ചെടി ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ആണുങ്ങൾ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടി അത് പെൺകുട്ടി അത് ആദ്യം അന്വേഷിക്കണം, അത് ആണുങ്ങൾ മാത്രമാണോ അത് സംഭവം. അതായത് ഇതുപോലെ തന്നെയുള്ള കുറെ കൂട്ടങ്ങളാണ്. അതിന്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി 2025 ഏറ്റവും കൂടുതൽ ഈ സദാചാരം എന്നുള്ള വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വന്നതും എല്ലാം എൻ്റെ പേരിലാണ്. അപ്പം എനിക്കെതിരെ ഒരു സദാചാര പോലീസിൻ്റെ ഒരു അനുഭവം ഉണ്ടായ സമയത്ത് ഞാനത് ആൾക്കാരിൽ തുറന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാനും എൻ്റെ വൈഫും കാറിൽ പോകുന്ന വഴിക്ക് എനിക്ക് ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും ഞാൻ വണ്ടി ഒതുക്കി നിർത്തി കുറച്ച് റെസ്റ്റ് എടുത്തു. അപ്പോൾ അവരുടെ ഒരാളുടെ വീടിൻ്റെ വഴിയിലാണെന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷേ വഴിയിലല്ല, കുറച്ച് മുന്നേക്ക് മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ റെസ്റ്റ് എടുത്തത്. അപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലം എവിടെയാ? തൃക്കണ്ണമംഗൽ SKV സ്കൂളിൻ്റെ അവിടെ നീറ്റിസിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു. അതെ, ആദ്യം ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുത്താലോ? എടുക്കുന്നതിന്റെ ഞാൻ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക ഞങ്ങളിവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു. ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരും ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവള് കണ്ട കാര്യം പറഞ്ഞു എന്ത് ചെയ്യുന്നുള്ളത് പറയൂ നിങ്ങള്. ഇല്ലെങ്കിൽ സൗകര്യം ഇല്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. എന്താ പറ? വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ പറയാ വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. എന്താ ഇത്? എന്റെ റൈറ്റാ. എന്താ കാര്യം? അതെന്താ സംഭവം എന്നുള്ള എടുക്കുക എവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. പേഴ്സണലായിട്ട് കാര്യമല്ല, ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ? എന്ത് പേഴ്സണലോ? ഞാൻ ഇയാൾ തമ്മിൽ എന്ത് പേഴ്സണലാ ഉള്ളത്? ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. വന്ന വഴി കണ്ടെങ്കിൽ ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം! എന്തിനങ്ങോട്ട് മാറണം? നിങ്ങൾ രണ്ടുപേരുടെ അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നു. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളെപ്പോ അത് തന്നെ. പിന്നെ ഞങ്ങൾ എന്തിനാ പേടിച്ച് വണ്ടി മാറ്റിയിടണം? നിങ്ങൾ പറഞ്ഞാൽ ഒരു പോയിന്റും ഇല്ല. നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു പറയണം എന്ത് മോശമായ പ്രവൃത്തി ഇതിൽ കണ്ടു. എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ. ഇപ്പൊ വേണമെങ്കിൽ സമയം വരെ നോക്കിക്കോ. OPT സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ. ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ എടുക്കാൻ ഒരു കാര്യമില്ല. കണ്ടേ, പകുതി റോഡിൽ കിടക്കുന്നത്, ബാക്കി റോഡ് സൈഡിലും. അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം. തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നത്, മാനയോട് ചോദിക്കാം, കാര്യം ഞങ്ങൾ പറഞ്ഞേനെ. അതായത് അവർ ചോദിച്ചിട്ടില്ല. അവരെല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കേട്ടല്ലോ.
അപ്പൊ ഭാര്യയാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഭാര്യ ഭർത്താവൂടാണ്. അത് കുറച്ച് മുന്നേ തന്നെ പുള്ളിക്കാരി അവിടെ നോക്കി ഈ കുട്ടി നമ്മുടെ അവരുടെ വീടിന്റെ ഫ്രണ്ട് നിന്നിട്ട് ഞങ്ങളെ കുത്തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ആള് ജോലി കഴിഞ്ഞ് നമ്മുടെ കാറിന്റെ സൈഡിൽ സംശയിച്ചായിരിക്കും നിങ്ങളെ ചിലപ്പോൾ. ഞാൻ ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്നൊരു സംഭവമാണ്. അപ്പൊ അത് അവരവിടെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇതിലെനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നങ്ങളാണെന്ന് എനിക്ക് പറയാനുള്ളൂ, അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. കാരണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് നെഗറ്റീവ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുക അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുക, എനിക്ക് അതിലൊന്നും താല്പര്യമില്ലാത്തൊരു ആളാണ് ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അപ്പം നിങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും ഇങ്ങനെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ കാര്യം എടുത്ത് റിയാക്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ അത് പബ്ലിക്കിലേക്ക് ഇട്ടതാണ്. സോ നമുക്ക് പബ്ലിക്കിലേക്ക് ഇടുന്ന ഒരു വീഡിയോയ്ക്ക് നമുക്ക് പല പല ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും. സോ ഐ ആം ജസ്റ്റ് ഷെയറിങ് എൻ്റെ ഒപ്പീനിയൻസ് ആണ് എൻ്റെ ഈ ഒരു ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ അങ്ങനെ കമന്റ് വരും. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ എനിക്ക് ഒരുപാട് കമന്റ്സ് നെഗറ്റീവ് വന്നിട്ടുണ്ട്. കാരണം എന്താ ഞാൻ ആ പെൺകുട്ടി ഷഹല എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കൂട്ടുകാരിയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ. അപ്പൊ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പണി ചെയ്യുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു പ്രൊജക്ട് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ആൻഡ് ഇതെൻ്റെ ഒരു പാഷനാണ്. യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ്. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഷഹല എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ലൈക്ക് അതായത് ആ ഒരു പെൺകുട്ടി അങ്ങനെ പോയപ്പോൾ അത് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ പോയി കാണുക. അപ്പോൾ ഇത് ലോകത്ത് നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ല, ഇത് ഇത്രയും ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്തു. സോ എനിക്കും അതിനെക്കുറിച്ച് കുറച്ച് പറയാനുണ്ടായിരുന്നു. സോ അത് കാണുമ്പോൾ അത് റിയാക്ട് ചെയ്യുന്ന കാരണം എന്തുകൊണ്ടാണ്, സ്വന്തമായിട്ട് ഭർത്താവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു കുട്ടി എന്താണ് കുറേ സംഭവങ്ങൾ സ്വർണ്ണമോ എടുത്തിട്ട് ഒരാളുടെ കൂടെ ഓടിപ്പോയി കഴിയുമ്പോഴത്തേക്ക് ഇനി നാളെ എന്ത് എന്ന് ചിന്തിക്കണം അല്ലെ. അങ്ങനെ ഇനി പോകുന്നവരാണെങ്കിലും പോകാനിരിക്കുന്നവരാണെങ്കിലും ഇതിനൊക്കെ പോയി കഴിയുമ്പോൾ ഇപ്പൊ ഉള്ള സുഖമൊന്നും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം അതൊക്കെയാണ് നമ്മൾ ആ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ വേറൊരു കാര്യം വെച്ചിട്ടൊന്നും അല്ല, അല്ലെങ്കിൽ അവരുടെ ഇതിലേക്ക് നമ്മൾ എത്തി നോക്കുക കാര്യങ്ങൾ പബ്ലിക്കലി വന്നൊരു സംഭവമാണ്. ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ ഒപ്പീനിയൻ, അത്രയാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചെയ്യണം, കാരണം നിങ്ങളുടെ കമന്റ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തൊരു കോണ്ടന്റുമായിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും. അതൊരിക്കും ഇറ്റ്സ് മീ ചന്ദ്ര സൈനിങ്. ബൈ ഗൈസ്.